ഇത്രയും പറമ്പ് കാട് പിടിച്ച് കയറി കിടക്കുകയാണ്. നേരത്തെയൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന പറമ്പ്, കപ്പ, ചേമ്പ്, ചേന ഇതെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരുന്ന പറമ്പ് ഇപ്പം മൊത്തം കാട് കയറി നാശമായി. ഞങ്ങൾക്ക് പന്നിയുണ്ട്. പന്നിയുടെ ശല്യം കാരണമാണ് ഇപ്പോൾ കൃഷി ചെയ്യാത്തത്. പന്നിയെന്ന് വെച്ചാൽ ഭയങ്കര ശല്യം. ഇത് ഇവിടെ മാത്രമല്ല, അത് അപ്പുറത്തെ പറമ്പ്, അത് മൊത്തം കാടാണ്. ഈ കാട്ടിൽ കൂടെയൊക്കെ അതിലേക്ക് പന്നി കയറി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്ങനെ വെച്ചാലും പന്നി ഒന്നുമുണ്ട്. എങ്ങനെ നമ്മൾ മറച്ച് വെച്ചെന്ന് പറഞ്ഞാലും പന്നി. ഇതാണ് പാറക്കുഴിയാണ്, പാറയാണ്. ഈ പാറയുടെ സൈഡിൽ കൂടെയൊക്കെ ചെറിയ ചെറിയ ഇടവഴിയുണ്ട്. എത്ര നമ്മൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ഇതൊക്കെ കയറി വരും. കയറി വന്നേച്ച് ഇതാ പരിപാടി, മൊത്തം നശിപ്പിക്കും. കപ്പയാണെങ്കിൽ മാന്തി ഒരു പരുവാകുമ്പോൾ മൊത്തം മാന്തി പറിച്ചതിൻ്റെ കിഴങ്ങും എല്ലാം പറിച്ച് കളഞ്ഞ്. പിന്നെ അതുപോലെ ചേനയായാലും കുത്തിപ്പറിച്ചങ്ങ് കളയും. വാഴ വരെ കുത്തിപ്പറിച്ച് കളയും. എത്ര വാഴ വെച്ചോന്നറിയാം? ഒരു വാഴയിൽ. ഇത് ഒന്ന് മതിൽ കെട്ടിയോ അല്ലെങ്കിൽ വേലി തിരിച്ചോ ഒക്കെ തിരിക്കാൻ വെച്ചാൽ എങ്ങനെ തിരിക്കും? പലരുടെ സംഭവങ്ങളായി കിടക്കുന്നതെല്ലാം. അപ്പുറത്തേത് ഇപ്പുറത്തേത് പാറ, അതിൻ്റെ ഇടയ്ക്കൂടെ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ എല്ലാം ഈ സാധനം കയറി വരും. താഴെ കണ്ടവും കാട് പിടിച്ച് കിടക്കുക മൊത്തം. ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ അതിപ്പോൾ പിന്നെ പുലി വരുന്നതിന് കുറ്റം പറയാൻ പറ്റുമോ? പുലിയൊക്കെ വന്നില്ലല്ലേ അത് ശരിക്കുള്ളൂ. ഇത്രയും കാട് പിടിച്ച് കിടക്കുമ്പോൾ ഇനിയും പുലിയും കൂടെ ഉള്ളെന്ന് തോന്നുന്നു വരാൻ. ഇത്രയും കാടാണ്. ഇതിലെ കൂടെ ഇറങ്ങാനും കയറാനും തന്നെ പേടിയാണ്. പാമ്പ് എല്ലാ ഐറ്റംസും കാണുമെന്ന് കൂട്ടിക്കോ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പന്നിയായിരിക്കും, മൊത്തം പന്നിയായിരിക്കും. എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ടിടത്തൊക്കെ ഇതേ അനുഭവമാണെന്ന് തോന്നുന്നു. കാട് പിടിച്ചിങ്ങനെ കയറി മൊത്തം മൂടി ഒരു രക്ഷയില്ലാതെ കിടക്കുന്നു. ഇത് പാറ ആ മാഞ്ഞിലി മരം നിൽക്കുന്നത് പാറയുടെ പാറയുടെ അകത്തുനിന്ന് ഇറങ്ങി നിൽക്കുക. ഇതാണ് അവസ്ഥ, പറമ്പിൻ്റെ അവസ്ഥ. ഒരു കൃഷി ചെയ്യാനോ ഒന്നിനും പറ്റുകയില്ല ഇവന്മാർ കാരണം. എല്ലാം നടക്കുന്ന വഴിയാലാക്കിയില്ല. ഇത് പന്നി വരുന്നതുകൊണ്ട് മനുഷ്യൻ നടക്കുന്നുണ്ട് കേട്ടോ. മനുഷ്യന്മാർ നടക്കുന്നുണ്ട്. കാട്ടിക്കൂടെ പോകുന്ന കണ്ടാലൊരു അടിപൊളി സ്ഥലമല്ലേ. പക്ഷേ മൊത്തം പന്നിയുടെയും അത് കയ്യില്ല. കൂട്ടമായിട്ട് 10-12 ഒരുമിച്ചാണ് കയറി വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിടെ മൂടി കിട്ടും? ഇത് ആൾക്കാർ നടന്നു പോകുന്ന വഴിയായിരുന്നു. ഇപ്പം പിന്നെ ആൾക്കാർക്ക് ഇതിലേ പോകാൻ പറ്റാത്ത കാരണം ഇത് കാടായതുകൊണ്ട് നമ്മൾ പറമ്പിൽ കൂടെ കയറി ഇങ്ങനെ ഇറങ്ങി പോവുക. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ യാത്രകളൊക്കെ. അല്ലാതെ ഇവിടെ കൃഷി ചെയ്യാൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. ശരിക്കും വിഷമമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ട് ചെയ്യുന്നതെല്ലാം പന്നി കൊണ്ടുപോകും. എത്ര കപ്പയായിരുന്നു എത്ര കപ്പ പോയി, ഞാനിട്ട കപ്പയായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ വിഷമം. അത് കാരണം പിന്നെ ഞാനൊന്നും ചെയ്യാൻ നിന്നില്ല. വെറുതെ എന്തിനാ പന്നിക്ക് കൊടുക്കാൻ വേണ്ടി. മൊത്തം പന്നി കൊണ്ടുപോകാം. ഇതിലൂടെ താഴോട്ട് വഴിയുണ്ട്. താഴോട്ട് ഇതിലൂടെ നടന്ന് കാട്ടിൽ കൂടെ അങ്ങനെ പോയി താഴെ വന്ന് ഇങ്ങനെ ഇറങ്ങി ആ പാറയുടെ സൈഡിൽ കൂടെ വഴിയുണ്ട്. അതിലേ കൂടെ പോയാൽ കണ്ടെത്തിച്ചില്ല. പക്ഷേ ഇപ്പം പോക്ക് വലുതായിട്ട് നടക്കുമെന്ന് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ പന്നിയാണ്. ഇതൊക്കെ എവിടെയിരിക്കും? കുത്തി പാറക്കുഴി കത്തിട്ടൊക്കെ ചേർന്നു. അതിനകത്ത് മൊത്തം പോച്ചയും പുല്ലും കരിയിലയും പാമ്പും എല്ലാ ഐറ്റംസും ഉണ്ട്. അത് കാരണം അങ്ങോട്ട് പോകാനും പറ്റുകയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇത് കിടക്കുന്നത്. എങ്ങനെ എന്തെങ്കിലും കൃഷി ചെയ്യും ഞാൻ ഇതിനകത്ത്. ചെയ്യാനുള്ള പരിപാടിയുണ്ട്, ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പിന്നെ നോക്കട്ടെ. ഈ ജീവികളൊക്കെ ശല്യം സഹിക്കാൻ വയ്യ. അപ്പുറത്തെ പറമ്പ് കാട് പിടിച്ച് കിടക്കുക. ആ കാട്ടിൽ കൂടെ ഒക്കെ വന്നേച്ച് ഇതിലേക്ക് കയറുക. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മൂടുക എന്ന് വെച്ചാൽ എത്രത്തോളം മൂടാൻ പറ്റും? ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുക. വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ വരുന്നിടത്ത് വെച്ച് നമുക്ക് വിഷമം കൊണ്ടുണ്ടോ? കാട് പിടിച്ച് മൊത്തം. അപ്പോൾ ശരി, ഓക്കെ, ബായ്.